കാരണം ഇയാൾക്ക് ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പെട്ടെന്ന് ജയിലധികൃതരുടെ നോട്ടം എത്താത്ത ഒരു സ്ഥലത്തേക്കാണ് ഇയാൾ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് മാറിയിരിക്കുന്നത് എന്ന്. ഇയാൾ ഉപ്പ് ശേഖരിക്കുന്നു എന്ന് പറയുന്നത്, ഉപ്പ് ശരിയാണ്, ഭക്ഷണത്തിൻ്റെ കൂടെ ഉപ്പ് കിട്ടും ജയിലിൽ. ഇത് ഇയാൾ ശേഖരിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതല്ലേ ഇയാളെപ്പോലെ ഒരു കുറ്റവാളി? പ്രത്യേകിച്ച് ഇയാളെ മുമ്പ് പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു, വെറുതെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുമായിരുന്നു ഇവൻ ജയിൽ ചാടും എന്ന് തോന്നിക്കൊണ്ടേയാണ് ഇരുന്നതെന്ന്. കാരണം അത്രയ്ക്ക് വലിയ ക്രിമിനലാണ് ഇയാൾ, മറ്റൊന്നും മുന്നിലില്ല. അയാൾ ഒരു കുറ്റവാളിയാണ്, സമ്പൂർണ്ണ കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ സംരക്ഷിക്കപ്പെടുന്നതും. കാരണം അയാൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ വരെ ആളുണ്ട്, ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ ആളുണ്ട്, ഇയാൾക്ക് വേണ്ടി സമ്പത്തിറക്കാൻ ആളുണ്ട്. അപ്പോൾ അയാൾ അത്ര വലിയ കുഴപ്പക്കാരനാണ്, കുറ്റവാളിയാണ്. ആ കുറ്റവാളികളുടെ നെറ്റ്വർക്കിൽ ഇയാളൊരു പ്രധാനപ്പെട്ട കക്ഷിയുമാണ്. അതും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനും സർക്കാരിനും ഒക്കെ ബോധ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാളെ ഈ മട്ടിൽ മാത്രമല്ല നിരീക്ഷിക്കേണ്ടത്. ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ വേറെ സമാന്തരമായി നടക്കുന്നു. ചില രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരോ പോലും അത്തരം ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്നു എന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെന്തിനാണ് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരുന്നു.